വെൽക്കം ബാക്ക് അഗെയിൻ, ഹാഷിമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കോൾഡ് സ്റ്റാർട്ട് ആയിട്ടല്ല. ഇന്ന് നമ്മളടുത്ത് വേറൊരു സാധനമുണ്ട്, അത് കാണണ്ടെന്ന് വിചാരിക്കണ്. അപ്പം ഇന്ന് ഇതിൻ്റെ ഒരു റിവ്യൂ ആയിട്ട് കണ്ട നമ്മളൊരു റിവ്യൂ ആയിട്ടാണ് കണ്ടാൽ മതി. ഇന്ന് നമ്മുടെ ഇപ്പം നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ഇർഷാദ് എന്നാണ് പേര്. അവൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ആണ് വണ്ടി. അപ്പോൾ മൂപ്പര് ഇവിടെ ഇല്ല, മൂപ്പര് നാട്ടിലില്ല, മൂപ്പര് പുറത്താണ്, വിദേശത്താണ്. പിന്നെ ഇന്നിപ്പോൾ നമ്മളെ കൂടെ നിയാസും റിയാസൊന്നും ഇല്ല. ഇന്നിപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങിയ വണ്ടിയും കൊണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഇത് റിവ്യൂയിലേക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. 1979 മോഡൽ മെഴ്സഡീസ് ബെൻസിൻ്റെ W123 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ ഇതാണ് വണ്ടി. പിന്നെ നമ്പർ പ്ലേറ്റൊക്കെ ആണ്, വിൻറ്റേജ് നമ്പർ പ്ലേറ്റാണ്, KER 8833 200D ആയിട്ടാണ് കേട്ടോ വരുന്നത്. 2 ലിറ്റർ എഞ്ചിനാണ്. പിന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു പ്രത്യേകത ഉള്ളത് വെച്ചാൽ ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. സാധാരണ വണ്ടികളെ പോലെ ഇത് അന്ന് ഇമ്പോർട്ട് ചെയ്തൊന്നും വണ്ടി ആയതുകൊണ്ട് ഇത് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നിറങ്ങുന്ന പല വണ്ടികളിലും ഇല്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് ഈ വണ്ടിയിലുണ്ട് കേട്ടോ. അന്ന് തന്നെ 1979 ഇറങ്ങിയ വണ്ടിയാണ് പറഞ്ഞത്. അന്ന് തന്നെ ഇതിൽ ഡീഫോഗറൊക്കെ വന്നിട്ടുണ്ട്. ടയർ സൈസ് വരുന്നത് 14 ഇഞ്ചാണ്. 195/70 R14 എന്ന ടയർ സൈസിലാണ് ഈ വണ്ടി വരുന്നത്. അപാര കംഫർട്ടാണ് കേട്ടോ വണ്ടി യാത്ര ചെയ്യാൻ. നല്ല രീതിക്ക് തന്നെ കംഫർട്ടുള്ള ഒരു വണ്ടിയാണ്. ഇവിടെ ഒരു 3 പോയിൻ്റ് സ്റ്റാർ ഉണ്ട്. അതിന് നേരെ അടിയിലായിട്ട് മെഴ്സഡീസ് ബെൻസിൻ്റെ മറ്റൊരു ലോഗോ ഉണ്ട്. പിന്നെ ഇതിന് ചുറ്റും വണ്ടിയുടെ ചുറ്റുമായിട്ടൊരു ക്രോമിയം ബീഡിങ് ഉണ്ട് കേട്ടോ. ക്രോമിയത്തിൻ്റെ ഒരു ബീഡിങ് വണ്ടിയുടെ ചുറ്റുഭാഗത്തും ഉണ്ട്. പിന്നെ അതുപോലെ ഇവിടെ തന്നെ ഒരു FM-ൻ്റെ ഒരു ആൻറ്റിനയും ഇവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ അകത്തൊന്ന് കയറി നോക്കാം. ഇതിൻ്റെ ഡോർ അൺലോക്കിംഗ് സിസ്റ്റമൊക്കെ അന്നേ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. പ്രഷർ വെച്ചാൽ മതി. പിന്നെ ഇത് സാധാ അടക്കണ പോലെ അടച്ചാൽ അടയില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റൽ തന്നെയാണ്. നല്ല പവറുള്ള അങ്ങോട്ട് അടച്ചാൽ അത് അടഞ്ഞ് ഫിറ്റായി അവിടെ നിന്നോളും. വണ്ടി മൊത്തത്തിൽ അടിപൊളി വിൻറ്റേജ് ക്ലാസിക് ലുക്കാണ് വണ്ടി കാണാൻ. അടിപൊളി ലുക്കാണ്. പിന്നെ ഇതിൻ്റെ ഡീസൽ അടിക്കണ ഭാഗം വരുന്നത് റൈറ്റ് സൈഡിലാണ്. അത് ഓപ്പണിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ, വേറെ കേബിളോ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് എടുക്കുക. ഇത് തിരിച്ചിട്ടുണ്ട് എടുത്താൽ നമുക്ക് ഡീസൽ അടിക്കാം. വേറെ കേബിളോ കാര്യങ്ങളോ അങ്ങനത്തെ സിസ്റ്റം ഒന്നുമില്ല. ഡോർ അൺലോക്ക് ചെയ്തിട്ട് ഇൻറ്റീരിയറിലെ കാഴ്ച ഒന്ന് കണ്ടു നോക്കാം. കുറച്ച് അലമ്പാണ്. വണ്ടി നിർത്തിയിട്ട വണ്ടി എടുത്ത് പോകുന്നതാണ്. ഇതാണ് കോ ഡ്രൈവർ സീറ്റിൽ നിന്നുള്ള ഒരു വ്യൂ. അത്യാവശ്യം നല്ല രാജകീയമായിരുന്നു പോവാം. നമ്മുടെ മെഴ്സഡീസ് ബെൻസിൻ്റെ ആ ലോഗോ കണ്ട് ഓടിക്കുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ. ഇരിക്കാൻ നല്ല കംഫർട്ടാട്ടോ. കാലൊക്കെ നല്ല ലെഗ് റൂമും എല്ലാം ഉണ്ട്. പിന്നെ ഇത് സൺറൂഫ് ഉണ്ടായിരുന്ന മോഡലാണ്. മാനുവലായിട്ട് സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ കഴിയുന്ന ഒരു മോഡലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. എന്ത് കാരണം എന്താണെന്നറിയില്ല, പക്ഷേ ഇപ്പോൾ അത് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ മിറർ ഉണ്ട് ഇവിടെ ഒരു വാനിറ്റി മിററൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒന്നുമില്ല, ഇവിടെ വാനിറ്റി മിററൊന്നുമില്ല. ഡ്രൈവർ സീറ്റിലെ ഒന്ന് കയറിയിരുന്ന് നോക്കാം എന്താണ് പാടെന്ന് നോക്കാം. അത്യാവശ്യം പവറിൽ അടച്ചാൽ മാത്രമേ അടയുള്ളൂ. ഇതിൻ്റെ മൊത്തത്തിൽ ക്രോമിയം കൊണ്ട് ഇറങ്ങണം. നമുക്ക് ഡ്രൈവർ സീറ്റിലൊന്ന് കയറി നോക്കാം. ഇതാണ്
ഡ്രൈവിംഗ് സീറ്റ് എന്നുള്ളൊരു വ്യൂ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വണ്ടി ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ആണ്. കയറി ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ വലിയൊരു സ്റ്റിയറിംഗ് വീല്, അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ. അതിൻ്റെ സെൻട്രലായിട്ട് മെർസിഡീസ് ബെൻസിൻ്റെ ലോഗോയും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. പ്ലാസ്റ്റിക് ഫൈബർ എല്ലാം നല്ല ക്വാളിറ്റിയിലാണ് വരുന്നത്. പിന്നെ ഇവിടെ AC വെൻ്റ് ഒക്കെ ഇവിടെയാണ്, ഓപ്പണിങ്ങും ക്ലോസും, ഇങ്ങോട്ട് ഓപ്പൺ ഇങ്ങോട്ട് ക്ലോസ് അങ്ങനെയൊക്കെ ആയിട്ടാണ് വരുന്നത്. പിന്നെ മിററിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെയാണ് വരുന്നത്. ഇപ്പോഴും ഫങ്ഷനിങ് തന്നെയാണ്, നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ പ്രായത്തിൻ്റെ ഒരു എല്ലാ ഇതും ഇതിലുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു വെറുതെ രസത്തിന് ഒരു W123 മെർസിഡീസിൻ്റെ ഒരു മിനിയേച്ചർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മീറ്റർ കൺസോൾ നോക്കുമ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഗേജ് വരുന്നുണ്ട്, ഇവിടെ ഡീസൽ ഗേജ്, ഇത് പിന്നെ ഓയിലിൻ്റെ ഗേജ്, പിന്നെ സ്പീഡോമീറ്റർ ഇവിടെ വരുന്നുണ്ട്. ഇത് പിന്നെ പണ്ട് മുതലേ വരുന്ന മെർസിഡീസ് ബെൻസിൻ്റെ ഒരു ക്ലോക്കാണ്. ഇപ്പോൾ വരുന്ന ഈ ക്ലാസ്സിലുണ്ട് ഈ ക്ലോക്ക്. പിന്നെ ഇതിന് സെപ്പറേറ്റ് ആണ് കേട്ടോ AC, രണ്ട് ഭാഗത്തേക്കും സെപ്പറേറ്റ് AC കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാഷ് ട്രാക്ക് വരുന്നുണ്ട്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ വണ്ടി 4 സ്പീഡാണ് കേട്ടോ, 4 സ്പീഡാണ് വണ്ടി 4 സ്പീഡായിട്ടാണ് വരുന്നത്. റിവേഴ്സ് ഇടുന്ന ടൈമിൽ നമ്മളിതൊന്ന് ലിവറൊന്ന് പൊക്കിയിട്ട് ഒന്ന് ലെഫ്റ്റിലോട്ട് പ്രസ് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് ഇടുക. അതാണ് ഇതിൻ്റെ റിവേഴ്സ് ഗിയർ വരുന്നത്. പിന്നെ ഇതിന് ഇവിടെയാണ് ഇതിൻ്റെ 4 ഇൻഡിക്കേറ്റർ വരുന്നത്, ഹസാർഡ് വരുന്നത് ഇവിടെ ഈ ഭാഗത്തായിട്ടാണ്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഫ്രണ്ടിലെ കാര്യങ്ങൾ വരുന്നത്. പിന്നെ നമുക്ക് ഡോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടൊന്നുമില്ല, നല്ലതായിട്ട് ഈ മിറർ താത്തുന്നതുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ ഡോറ് വലിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ള, പിന്നെ ഒരു ഫയൽ പോക്കറ്റും ഇവിടെ ഉണ്ട്. അത്ര തന്നെ ഉള്ളൂ. ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഇപ്പോൾ എൻഗേജ് ആയി കിടക്കുകയാണ്. അത് റിലീസ് ചെയ്യൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് വലിച്ചിട്ട് അടിയിലൊരു ലിവറുണ്ട്, അത് നമ്മൾ കാലുകൊണ്ട് ജസ്റ്റ് മുകളിലോട്ട് അങ്ങോട്ട് ആക്കി വെച്ചാൽ മതി. ഇത് വിട്ടാൽ ഇപ്പോൾ ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് റിലീസായി. ഇനി ഇതിൻ്റെ ബാക്ക് സീറ്റിലൊന്ന് കയറി നോക്കാം. നമുക്ക് ബാക്ക് സീറ്റിലെ പാടം എന്താ നോക്കാം. ബാക്ക് സീറ്റ്, ഇതിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ നല്ല കംഫർട്ടാണ് കേട്ടോ. സീറ്റ് അത്യാവശ്യം നല്ല സോഫ്റ്റായിട്ട് നല്ല ഇരിക്കാൻ നല്ല സുഖമാണ്. ഒരു സീറ്റിന് തന്നെ ഒരു പ്രത്യേക ആക്ഷനൊക്കെയാണ് ഇതിന്. പിന്നെ ഇതിനൊരു ആംബ്രസ്റ്റ് വരുന്നുണ്ട്. ആംബ്രസ്റ്റ് ഓപ്പൺ ആക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോർമൽ ആംബ്രസ്റ്റ് മാർക്കില്ല, ഇവിടുന്ന് വലിച്ചിട്ട് താഴത്തോട്ട് ഇടാം. ഇത് കയറ്റി വെക്കൽ അങ്ങനെയാണ്, അവിടെ നിന്ന് അങ്ങനെ പൊക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ സെറ്റായി. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ്, ബാക്കിലെ ഡോറിലും കാര്യമായിട്ടൊന്നുമില്ല, ഒരു ഹാൻഡ് റെയിൽ വരുന്നുണ്ട്. പിന്നെ കാര്യമായിട്ടൊന്നുമില്ല, മറ്റേ ഗ്ലാസ് ഇതാക്കണം ഒരിതും, നോബ് തന്നെയാണ് വരുന്നത്, അൺലോക്കിങ്. നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് വണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ ഇവിടെ ഓണാക്കിയിടണം. ഹീറ്ററിൻ്റെ ബട്ടൺ അവിടെ ഉണ്ട് കേട്ടോ, അത് പ്രസ് ചെയ്ത് പിടിക്കുക, അപ്പോൾ വണ്ടി ഹീറ്റാവും. അപ്പം നമ്മൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടോ വിചാരിക്കണം. അപ്പോൾ ഇതെല്ലാം നമ്മളെ മെയിൻ കണ്ടൻറ്റ്. നമ്മൾ കൗളി സ്റ്റാർട്ടിൻ്റെ ആൾക്കാരാണ്, പക്ഷെ എന്ത് ചെയ്ത് ഒരു വിൻറ്റേജ് സാധനം കണ്ടപ്പോൾ ചെയ്തു തന്നേ ഉള്ളൂ, അത് ഇഷ്ടമല്ലാത്ത ആരുമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.